ഏറ്റവും പ്രകടമായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അർബഅൻ 4 കാര്യങ്ങൾ 4 എണ്ണം من أعطيهن فقد أعطي خيري الدنيا والآخرة ഈ 4 എണ്ണം ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മകൾ അയാൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു 4 വിഷയം ഈ 4 എണ്ണം കിട്ടിയാൽ ഖൈറൈ ദുനിയ വൽ ആഖിറ ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും എത്രയെല്ലാം നന്മ വേണമോ അതൊക്കെ ഈ 4 എണ്ണം കൊണ്ട് കിട്ടും 4 എണ്ണമേ വേണ്ടൂ ഇത് എല്ലാം കിട്ടുന്ന സംഗതിയാണ് ഭയങ്കരമാണ് ഇനി ഒരു സൈക്കോളജി ആവശ്യമില്ല അതങ്ങനത്തെ ഹദീസാണ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ ഒരു ഡിപ്രഷനും ഒരാളെയും ബാധിക്കൂല എന്താ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ലിസാനുൻ ദാകിറുൻ ദിക്ർ ചൊല്ലുന്ന നാവ് അല്ലാഹു തന്നു കഴിഞ്ഞാൽ നമ്മുടെ നാവ് ദിക്ർ ചൊല്ലുന്നതാണ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ഇങ്ങനെ അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന നാവ് വഖൽബുൻ ഷാകിറുൻ ഹൃദയം ഒരു ഖൽബ് കിട്ടിയാൽ ആ ഹൃദയം ഷാകിറുൻ നന്ദി ചെയ്യുന്ന ഹൃദയമാണ് നല്ല നന്ദിയുള്ള ഹൃദയം മനുഷ്യർക്ക് പോലും അങ്ങനെയാണല്ലോ നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുത്താൽ മിനിമം നമ്മൾ അതിന്റെ റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കത് പ്രതീക്ഷിക്കാൻ പാടില്ലെന്നാണ് പക്ഷേ നമ്മൾ ഹ്യൂമൻസ് നമുക്ക് അങ്ങനെ ചില ഒരു സ്വാഭാവികമായ ചില പ്രകൃതങ്ങൾ നമ്മളിലുണ്ട് ഒരു നന്ദി പോലും ചെയ്തില്ലല്ലോ എന്ന് പറയും ഏത് മുസ്ലിമും അമുസ്ലിമും ഇത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാ ഖൽബുൻ ഷാകിർ നന്ദിയുള്ള ഹൃദയം അല്ലാഹു നൽകിക്കഴിഞ്ഞാൽ വബദലുൻ സാബിർ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ശരീരത്തിലാണ് വേദനകൾ വരിക ഹൃദയം കൊണ്ട് ക്ഷമിക്കേണ്ടി വരും എന്ത് വന്നാലും ശരീരമാണ് ഏറ്റെടുക്കുന്നത് സംഭവിച്ചത് എവിടെയോ ആണ് പക്ഷെ അതിന്റെ വേദന നമ്മുടെ ശരീരത്തിനാണ് വരുന്നത് നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി ആർക്കെങ്കിലും നമ്മുടെ ശരീരം ഇവിടെ നിന്ന് വേദനിക്കുകയാണ് വബദലുൻ സാബിർ ക്ഷമിക്കുന്ന ഒരു ശരീരം ഇത് എല്ലാ മനുഷ്യന്റെയും കൂടെയുള്ള സംഗതികളായി പറഞ്ഞത് ലിസാനുൻ ദാകിറൻ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന നാവ് അതുകൊണ്ട് സിനിമ കഥയല്ല പറയാ സീരിയസ് കഥകളല്ല അതുകൊണ്ട് പറയാ ഉനിവാസങ്ങളല്ല അതുകൊണ്ട് പറയുന്നത് അനാവശ്യ വർത്തമാനങ്ങളല്ല നമ്മൾ അതുകൊണ്ട് പറയും അള്ളാഹുവിനെ സംബന്ധിച്ചാണ് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള വാക്കുകളാണ് പറയുന്നത് ഞാൻ ഈ പറയുന്ന വാക്ക് പടച്ചവന് ഇഷ്ടമാണോ അല്ലയോ എന്ന് ആലോചിച്ചുകൊണ്ട് പറയുന്നവനാണ് മുഅ്മിനായ മനുഷ്യൻ ലിസാനുൻ ദാകിർ വഖൽബുൻ ഷാകിറുൻ ഒരു ഹൃദയം എല്ലാവർക്കും ഇല്ലേ ഹൃദയം ശുക്ർ ചെയ്യുന്ന ഹൃദയം എപ്പോഴും നന്ദി ചെയ്യുക അൽഹംദുലില്ലാഹ് ഏത് ചെറുതിനും വലുതിനും അൽഹംദുലില്ലാഹ് എല്ലാത്തിനും അൽഹംദുലില്ലാഹ് പിന്നെ വലിസാനുൻ ഷാകിറുൻ വബദനുൻ സാബിർ മൂന്നാമത്തെ വിഷയം ക്ഷമിക്കുന്ന ഒരു ശരീരം പ്രയാസങ്ങൾ ലോകത്ത് വരും അല്ലാഹു തആല തീർത്തു പറഞ്ഞതാ ലനബ്ലുവന്നകും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അല്ലാഹു തആല പറഞ്ഞ വിഷയമാണ് അതാണ് നടക്കുന്നത് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വിശപ്പുണ്ടാകും പേടി കൊണ്ട് പരീക്ഷിക്കും വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് ശരീരവും സമ്പത്തും കുറച്ചുകൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും വസമറാത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ സമറ അത് നിങ്ങളുടെ കച്ചവടത്തിലാകാം കൃഷിയിടത്തിലാകാം തോട്ടത്തിലാകാം അതിൽ കുറവ് വരുത്തി അല്ലാഹു പരീക്ഷിക്കും വബശ്ശിരി സ്വാബിരീൻ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത കൊടുത്തേക്കണം നബിയെ അല്ലദീൻ ആരാ ക്ഷമിക്കുന്നവര് ഇദാ അസ്വാബത്തുഹും മുസീബ ഏതൊരു മുസീബത്തും അവർക്ക് വന്നാൽ ഖാലൂ അവരെന്താ പറയാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇത് പറയുന്ന ആളുകൾക്ക് സന്തോഷം അറിയിച്ചു കൊടുത്തേക്കു നബിയെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് ഒക്കെ സംഭവിക്കും നമുക്ക് ഇന്ന് സംഭവിച്ചിട്ടില്ല നാളെ വരുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ന് മറ്റാരുടെയെങ്കിലും സംഭവമാണ് നമ്മൾ അറിയുന്നത് നാളെ അത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ശരീരത്തിലും സംഭവിക്കാൻ പോവാൻ ഇന്നാ ലില്ലാഹ് നമ്മളൊക്കെ അല്ലാഹുവിനുള്ളതാണ് വ ഇന്നാ ഇലൈഹി റാജിഊൻ നമ്മൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ളവരല്ലേ നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകാനുള്ളവരല്ലേ എന്ത് മുസീബത്ത് വന്നാലും അതിന്റെ അവസാനം എന്താ നമ്മൾ മരിച്ചു പോകുന്നു ഏതായാലും അല്ലാഹുവിന്റെ അടുത്തേക്ക് പോണ്ടേ വ ഇന്നാ ഇലൈഹി റാജിഊൻ ആ അർത്ഥം കൂടെ ആലോചിച്ചാൽ ഭയങ്കരമാണ് എന്ത് നമുക്ക് അൺപ്ലസന്റ് ആയിട്ടുള്ള സന്തോഷമില്ലാത്ത എന്ത് ന്യൂസ് വന്നാലും ഒരു ടെർമിനേഷൻ ലെറ്റർ കിട്ടി അല്ലെ അർജന്റ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് വിളിച്ചു ഓരോരുത്തർക്കും കൊടുത്തു ടെർമിനേഷൻ ലെറ്റർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഒരു പ്രയാസാണ് എന്നാലും അൽഹംദുലില്ലാഹ് എന്റെ തടി ബാക്കിയുണ്ടല്ലോ എവിടെയെങ്കിലും പോയി ജോലി എടുക്കാലോ അൽഹംദുലില്ലാഹ്
മുസീബത്ത് കേട്ടപാടെ പറയുന്നത് ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അല്ലാഹുവിനുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏതിനും അങ്ങനെയാ പറയാം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാലാമത്തെ വിഷയം പറയുന്നത് വസൗജത്തുൻ മുഅ്മിനത്തുൻ സാലിഹah. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന സ്വാലിഹത്തായ ഒരു പെണ്ണിനെ നിനക്ക് ഭാര്യയായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹായ ഒരു പുതിയാപ്പിളയെ അവൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. ഈ നാലെണ്ണം കിട്ടിയാൽ ഈ ലോകത്തെയും നാളത്തെ ലോകത്തിന്റെയും എല്ലാ നന്മകളും അല്ലാഹു നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ രക്ഷപ്പെടാനും നാളെ അവിടെ രക്ഷപ്പെടാനും ഇത് നാലും മതി. സുബ്ഹാനല്ലാഹ്. സ്വാലിഹത്തായ ഭാര്യയിലൂടെ നിന്റെ മക്കൾ നന്നാവുന്നു, നിന്റെ ശരീരം നീ ശുദ്ധിയാക്കുന്നു, ഹറാമിലേക്ക് നീ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്. നിനക്ക് ഈമാൻ വർദ്ധിക്കാൻ കാരണങ്ങളാകുന്നു. നിനക്ക് നാളെ ഖബറിലേക്ക് പോയാൽ ഉപകാരപ്പെടുന്ന മക്കൾ അവളോട് നിനക്ക് ജനിക്കുന്നു. സുബ്ഹാനല്ലാഹ്. സ്വാലിഹായ ഒരു ഇണ, ഇത് ആണിനെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹത്തായ പെണ്ണാണ്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹായ ഒരു ഭർത്താവാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടി. ഇനി എന്താ വേണ്ടത്? ഇനി പോരല്ലോ, അതില്ലല്ലോ, ഇതില്ലല്ലോ, ഇതിനൊന്നും പറയല്ല. ഈ നാല് വിഷയം ആർക്കെങ്കിലും അല്ലാഹു നൽകിക്കഴിഞ്ഞാൽ അല്ലേ, നാവുള്ളവർ, കൽബുള്ളവർ, ശരീരമുള്ളവർ. നീ കല്യാണം കഴിക്കാത്തവർക്ക് മൂന്നാലാമത്തെ വിഷയം, കുറച്ചോടെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ആയിക്കോട്ടെ, കല്യാണം കഴിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യ്, എന്ത് സ്വാലിഹായ പെണ്ണിനെ എനിക്ക് തരണം ഉടച്ചോനെ. പെൺകുട്ടിയാണ്, അല്ലാഹു എനിക്കൊരു ഇണയെ തരുമ്പോൾ നീ സ്വാലിഹായ ഒരു പുരുഷനെ തരണമേ ഉടച്ചോനെ എന്ന് അവളും ദുആ ചെയ്തോട്ടെ. അല്ലേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. കല്യാണം കഴിക്കാൻ പോണോല് എന്തായാലും ദ്വാരക്കണത് ഇത് ദ്വാരന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവേ നീ എനിക്ക് നൽകാൻ പോകുന്ന ഇണ, സൗജ്, ആണും പെണ്ണിനും ദ്വാരക്കാൻ പറ്റുന്ന ദ്വായാണ്. മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ ആണ് ദ്വാരക്കുമ്പോ ഭാര്യയായി, പെണ്ണ് ദ്വാരക്കുമ്പോ ഭർത്താവായി. ഖുർറത അയുനിൻ, കണ്ണിന്റെ കുളിർമയെ തരണേ പടച്ചവനെ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, പടച്ചവനെ മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയ ആളാക്കി എന്നെ മാറ്റിത്തരണമേ. അർത്ഥം എന്റെ ഭാര്യ മക്കളും എന്നെ കണ്ടുപിടിക്കണം, ഞാൻ അവർക്ക് മാതൃകയാകണം, എന്നെ നന്നാക്കി തരണം പടച്ചവനെ. ഇത് ചോദിച്ചാൽ കൺകുളിർമയുള്ള സ്വാലിഹത്തായ ഇണയെ അല്ലാഹു നൽകുമെന്നാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞു, ഭാര്യന്റെ സ്വഭാവം ശരിയില്ല, ഭർത്താവിന്റെ സ്വഭാവം ശരിയില്ല, അവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, യാ അല്ലാഹ്, കല്യാണം കഴിച്ചു കൊടുത്തിട്ട് മകനെ ഭാര്യ സ്വന്താക്കുകയാണ്. അങ്ങനെയുണ്ടാവും ചില ഭാര്യമാര്, സ്വന്തം ഉമ്മാനോട് വാപ്പാനോടൊക്കെ തെറ്റിച്ചിട്ട് കുടുംബം ഫസാദാക്കിയിട്ട് അവള് അങ്ങനെ ഒരു ശ്രമത്തിൽ എന്തോ ദുർബുദ്ധി, ഏതെങ്കിലും വല്ല സീരിയലിലോ കഥയിലോ വായിച്ചതായിരിക്കും ഇങ്ങനെയൊക്കെ. സുബ്ഹാനല്ലാഹ്. ഭയങ്കര വിഷമിച്ച കുട്ടീന്റെ വാപ്പും കുടുംബം ദ്വാരക്കാൻ വേണ്ടി പറയാണ്. എന്താണിതൊക്കെ? അങ്ങനെയുള്ള അവസ്ഥയാണ്. യാ റബ്ബ് യാ അല്ലാഹ്, ആ സ്വഭാവദോഷം എന്റെ ഭാര്യയിൽ നിന്ന് നന്നാക്കിയെടുക്കണം പടച്ചോനെ എന്നാഗ്രഹമുണ്ടോ? ഈ ദുആ വരുന്നോളി. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ദുനിയാവിലെ വലിയ റാഹത്താണത്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് പടച്ചോനെ പുതിയാപ്പിളിനെ പറ്റി ആലോചിച്ചപ്പോ യാ അല്ലാഹ്, അസ്ർ നിസ്കാരം മുതൽ സുബഹിക്ക് വരെ ജമാഅത്തിന് പള്ളി കണ്ട പുതിയാപ്പിളിനെയാണ് നമ്മൾ ഇണയായി സ്വീകരിച്ചത്. പിന്നെ ആലോചിക്കുന്നത് ഇതൊക്കെ കല്യാണത്തിന് വേണ്ടി തുടങ്ങിയ ഏർപ്പാടായിരുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ അവൻ കള്ളുടിയനാണ്, എന്ന് തോന്നിവാസമുണ്ട്, ഒരു വേറെ ബന്ധങ്ങളുണ്ട്, വേറെ പെണ്ണുങ്ങളൊപ്പം കടന്നു പോകുന്ന ആളാണ്. യാ അല്ലാഹ്, എന്റെ ഭർത്താവിനെ നന്നാക്കി തരണേ പടച്ചോനെ എന്ന് ചിന്തിക്കുന്ന പെണ്ണ് ദുആ ചെയ്തോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ, വദുർരിയാതിനാ, കൺകുളിർമയുള്ള മക്കളെ തരണേ എന്ന് എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കേണ്ട ദുആയാണ് ഈ ദുആ. മക്കളൊക്കെ ഉണ്ട് പടച്ചോനെ, മക്കളൊക്കെ മോശമാണ്, മക്കളൊക്കെ എങ്ങനെയൊക്കെയോ ജീവിക്കാൻ, വാപ്പായും ഉമ്മായും പറഞ്ഞത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ ജീവിക്കുന്ന മക്കളാ, ഇവരൊക്കെ നന്നാക്കി തരണേ പടച്ചോനെ എന്ന് ആഗ്രഹമുണ്ടോ? ദുആരന്നോളൂ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്താണത് കാണുക. യാ അല്ലാഹ്, ഇതൊക്കെ ദ്വാരക്കുന്നവർ അല്ലാഹുവിന് ഇഷ്ടമുള്ളവരാണെന്നാണ്. ഈ ഇണയെ കിട്ടിക്കഴിഞ്ഞാൽ ക്ഷമിക്കുന്ന, നന്ദി ചെയ്യുന്ന ഒരു ഹൃദയത്തിന് നന്ദി ഉണ്ടെങ്കിൽ അത് നാവിലൂടെ വരുള്ളൂ.
പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ചത് ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഭർത്താക്കന്മാർ ചെയ്തിരുമ്പോൾ അപ്പുറത്തേക്ക് ഇത് അത്ര ആയിട്ടില്ലല്ലോ, മറ്റോളുടെ അത്ര ഫാഷൻ ആയിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ഈ മോഡലൊന്നും അറിയില്ല, നിങ്ങൾ ഇതൊക്കെ എന്തിനാ അതൊക്കെ കൊണ്ട്, അങ്ങനെയൊന്നല്ല പറയേണ്ടത്. അൽഹംദുലില്ലാ, നന്ദി ചെയ്യ്, ശുക്ർ ചെയ്യ്. പിന്നെ വേണമെങ്കിൽ ഇത് എന്റെ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ പിന്നെ പറഞ്ഞോളൂ അല്ലെ. ചെന്ന് കയറുമ്പം തന്നെ ഇതാപ്പൊ നിങ്ങൾ കൊണ്ടുവന്നത്, എനിക്ക് പണ്ടേ അറിയാം, ഇതൊന്നും എടുക്കാൻ അറിയില്ല, അതൊന്നും പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ശുക്ർ ചെയ്യ, നന്ദി ചെയ്യുന്ന ഹൃദയമുണ്ടായിരിക്കുക. അപ്പോഴേ നാവിന് നന്ദി വരുള്ളൂ. നന്ദി ചെയ്യണം, ശുക്ർ ചെയ്യണം. നമ്മളെ മലയാളത്തിൽ തീരെ ഉപയോഗമില്ലാത്തൊരു സാധനമാണ് നന്ദി എന്ന് പറഞ്ഞ സാധനം. ആ നന്ദി എന്ന് പറഞ്ഞ 2 അക്ഷരം തന്നെ തീരെ പുറത്തു കേൾക്കാത്ത 2 അക്ഷരങ്ങളാ അല്ലെ. ഒരു ഡാ എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേൾക്കും. നന്ദി എന്നല്ലേ, ഇത് പറയൂല, ആരും പറഞ്ഞാരട്ടെ കേൾക്കൂല അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ മലയാളത്തിന് അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്. നന്ദി എന്നുള്ള പറഞ്ഞ സാധനം നമ്മൾ ആരോടും പറയില്ല. മലയാളത്തിൽ ആരെങ്കിലും പറയണ്ട നന്ദി എന്ന പോലെ. മൊബൈൽ ടവറിന്റെ ആൾക്കാരൊക്കെ വിളിച്ചു പോലെ കമ്പ്യൂട്ടർ സിസ്റ്റം നിങ്ങൾക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞു വിടാന്നല്ലാതെ മനുഷ്യന്മാര് തമ്മിൽ നന്ദി എന്ന് പറയാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അല്ലേ. നന്ദി എന്ന് പറയുന്നുണ്ട് നമ്മള്. അറബിയിലൊക്കെ നമ്മൾ ഇവിടുന്ന് ശുക്രെന്നോ താങ്ക് യു ഇംഗ്ലീഷിലോ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പോയേക്കാം, ശുക്രിയ എന്നൊക്കെ പറഞ്ഞേക്കാം, ഉറുദുവിലൊക്കെ പറഞ്ഞേക്കാം. മലയാളത്തിൽ ഈ സാധനം ഉപയോഗമില്ലാത്തൊരു വാക്കായി പോയിട്ടുണ്ട്. അതിന് നമ്മളൊന്ന് ജീവൻ കൊടുക്കണം, ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരണം. എല്ലാ ഭാഷയും അള്ളാഹു ഉണ്ടാക്കിയ ഭാഷയാണെന്ന എല്ലാ ഭാഷയും അൽ-ലുഗാതു കുല്ലുഹാ തൗഖീഫിയ്യ, അള്ളാഹു ഡിവൈൻലി ഇൻസ്പയർഡ്, പടച്ചതമ്പുരാൻ തോന്നിപ്പിച്ചിട്ടാണ് ഭാഷകൾ ഉണ്ടായതെന്ന്. എന്നല്ലാതെ ഒരു എഴുത്തച്ഛനും കൂടി ഇരുന്നിട്ട് ഉണ്ടാക്കിയതല്ല ഭാഷ, അത് അള്ളാഹു തോന്നിപ്പിച്ചതാ. അതിന് സ്ട്രക്ചറുണ്ട്, ഗ്രാമറുണ്ട്, എല്ലാം. അപ്പൊ ഈ ഭാഷയെ മലയാളത്തിലാവുമ്പോൾ നന്ദിയാവില്ല എന്നുണ്ടോ? മലയാളത്തിൽ പറഞ്ഞാലും നന്ദിയാണ്, പക്ഷെ അറബിയിൽ കൂലി കിട്ടുന്ന നന്ദി ജസാക്കല്ലാഹു ഖൈറാ എന്ന് പറയല. പക്ഷെ മുസ്ലിമിനോട് പറയാ നിങ്ങൾക്ക് നന്ദിട്ടോ, വളരെ ഉപകാരമായി, ഇത് നമ്മൾ പറയൂല അല്ലെ. ഒരു പറഞ്ഞിട്ട് ആണ് തിരിഞ്ഞു പോകും അല്ലെ. നമ്മൾ ഒരു വാക്ക് നാവ് കൊണ്ട് പറയാതെ ഇങ്ങനെ തലാട്ടും. സുഖന്നല്ലേ? എന്താ വർത്താനം ഒന്ന് പറഞ്ഞൂടെ? റാഹത്താണ്, അൽഹംദുലില്ലാ, സുഖാണ്. എന്തൊക്കെയോ കൈയും കാലിട്ടിട്ട് നമ്മൾ അടിക്കണം. നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ഒത്തണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ കേരളക്കാരുടെ അടുത്ത് നന്നായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നാവ് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ല നിലക്ക് മറുപടി പറയാം അല്ലേ. സുഖം തന്നെയല്ലേ? എന്ത് സുഖം, ആ മറുപടി നമ്മളിത് അല്ലേ. എന്ത് സുഖടോ, അൽഹംദുലില്ലാ എന്ന് പറയും. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതി ചെയ്യേ. അൽഹംദുലില്ലാ. എപ്പോഴും കോടാനുകോടി അനുഗ്രഹങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് പ്രയാസം വന്നാലും അള്ളാഹു ചെയ്ത നിഅമത്തുകളിലേക്ക് നോക്കിയാൽ അതൊക്കെ വളരെ തുലോം നിസ്സാരമാണ്. അസുഖം പ്രയാസങ്ങളൊക്കെ വന്നു ക്ഷമിക്കുക, ഡോക്ടറെ കാണിക്കണം, ചികിത്സിക്കണം, പക്ഷേ ക്ഷമിക്കണം. എനിക്കെന്തേ കുറച്ചത് തന്നത്? അള്ളാഹു എന്താ എന്നെങ്ങനെ പരീക്ഷിക്കണത്? എന്റെ കുട്ടിക്ക് മാത്രം അസുഖം വരുന്നത്, ബാക്കി ആർക്കും വരുന്നില്ലല്ലോ. ഇത് ചിന്തിക്കരുത്. അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ ധാരാളം വരുമെന്നാണ്. പടച്ചോനെ, ഞാൻ ഈ ഖുർആൻ ക്ലാസ്സിനൊക്കെ എന്റെ കുട്ടികളേറ്റ് പോയിട്ട് എന്റെ കുട്ടിക്ക് പ്രയാസം ബുദ്ധിമുട്ടും, മറ്റോൾ ആകെ പോലെ ഗാനമേളക്ക ഓളെ കുട്ടികളെ എന്താ ഉഷാറ്, ഒരു കുഴപ്പമില്ല. എന്റെ കുട്ടിന്റെ അസുഖം മാറിയ കാലം ഇങ്ങനെ തന്നെ സംഭവിക്കാൻ പോണത്. മുഅ്മിനെ, ഇങ്ങനെ സംഭവിക്കുള്ളൂ. സ്വന്തക്കാരല്ലേ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലാത്തവർ ഏതായാലും ബൗണ്ടറിക്ക് പുറത്താണ്. ഈ ഉള്ളിൽ കടന്ന ആൾക്കാരുടെ ഉള്ളിലുള്ള സ്നേഹം അള്ളാഹുവിനോട് കാറ്റുലാഭത്തിന് വേണ്ടിയുള്ള സ്നേഹമാണോ, അല്ല റബ്ബ് എന്ത് ചെയ്താലും ഇഷ്ടപ്പെടുന്ന സ്നേഹമാണോ? ഇത് അള്ളാഹു പരീക്ഷിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അൽഹംദുലില്ലാ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. എത്ര വലിയ നിഅമത്തുകൾ അല്ലാഹു തന്നു. ദുനിയാവും ആഖിറവും വാങ്ങിക്കാൻ ഈ 4 മതി. 3 ഓരോരുത്തരുടെ കയ്യിലുണ്ട്. 4-മത്തേത് കല്യാണം കഴിച്ചവർക്ക് വിട്ടുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. നാവ്, ഹൃദയം, ശരീരം യോജിച്ച സ്വാലിഹായ ഒരു ഇണ അല്ലാഹു, അത്തരം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അല്ലാഹ്. മഹാന്മാരായ താബിഈങ്ങൾ പറഞ്ഞതാണ്, ഒരു മനുഷ്യന് നിഅമത്തുകൾ അല്ലാഹു തന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഉണ്ടാവും ജീവിതകാലത്ത്. ജോലിയിൽ റാഹത്താണ്, സന്തോഷമാണ്, പ്രയാസങ്ങളൊന്നുമില്ല. ഒരു തരം പാരവെക്കുന്നവരൊന്നും കൂടല്ല, ആരും തന്നെ കംപ്ലൈന്റ് ചെയ്യുന്നവർ കൂടല്ല. വളരെ റാഹത്തായിട്ട് പോവാണ് ജോലി. അൽഹംദുലില്ലാ, മാസാമാസം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിസിനസ് ഒക്കെ വളരെ റാഹത്തിലാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പ്രകടമായി കണ്ടു തുടങ്ങിയാൽ അൽഹംദുലില്ലാ എന്ന ദിക്ർ എപ്പോഴും വർദ്ധിപ്പിച്ചോളൂ, എപ്പോഴും വർദ്ധിപ്പിക്കണം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ജോലി കണ്ടോ? അൽഹംദുലില്ലാ എന്തോന്ന് പറയും? അൽഹംദുലില്ലാ. അങ്ങനെയാണ്. എന്തിനും അൽഹംദുലില്ലാ.
നമ്മുടെ വീടൊക്കെ അൽഹംദുലില്ലാ അല്ലെ, നല്ല മനോഹരമായ വീടാണ്, അല്ലെങ്കിൽ റാഹത്തുള്ള വീടാണ്. നമ്മൾ പറയാം, ഇതൊക്കെ ഞാൻ മരുഭൂമിയിൽ വെയിലുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയും. ഒരിറ്റ് വെയിൽ പോലും കൊള്ളാത്ത ആൾക്കാരെ അത് പറയല്. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. അതല്ല വേണ്ട, അൽഹംദുലില്ലാ എന്റെ റബ്ബ് ചെയ്തെന്ന അനുഗ്രഹമാണ്, അൽഹംദുലില്ലാ. എന്റെ വാഹനം അൽഹംദുലില്ലാ അള്ളാഹു ചെയ്തെന്ന നിഅമത്താണ്. മറ്റുള്ള മക്കളൊക്കെ റാഹത്തിലാണ്, അൽഹംദുലില്ലാ എന്റെ റബ്ബ് ചെയ്തെന്ന നിഅമത്താണ്. എല്ലാം റബ്ബിലേക്ക്, അള്ളാഹുലേക്ക് വിട്. അള്ളാഹുവിന് ശുക്ർ പറ. നമ്മുടെ ജോലി, നമ്മുടെ സ്ഥാപനം, നമ്മുടെ കച്ചവട സ്ഥാപനം എല്ലാം അൽഹംദുലില്ലാ എന്റെ റബ്ബ് ചെയ്ത നിഅമത്താണ്, അൽഹംദുലില്ലാ എന്ന് പറയും. വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ടാൽ മാഷാ അല്ലാഹ് എന്ന് നമ്മൾ പറയണം. കാണുമ്പോ മാഷാ അല്ലാഹ്, കുട്ടികളെ കാണുന്നു മാഷാ അല്ലാഹ്, റാഹത്തുള്ള ഒരു അനുഭവം കാണുന്നു, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് വളരെ നന്നായിട്ടുണ്ടെന്ന് നമ്മൾ മറ്റൊരാളോട് കമന്റ് ചെയ്യാൻ, ഇത് എന്തൊരു ചൊറുക്ക്, ഇത് എന്തൊരു ഭംഗി എന്ന് പറയുന്നതിന് മുമ്പ് മാഷാ അല്ലാഹ് എന്ന് പറയണം. അപ്പോഴാ കണ്ണീർ തട്ടാതിരിക്കുന്നത്. ഈവിൽ ഐ, അത് ഐനു ഹഖുൻ, അങ്ങനെ ഉണ്ടെന്ന വിഷയം യാഥാർത്ഥ്യമാണ്. സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റൂല, പക്ഷെ അത് ഉള്ളതാണ്. ഹദീസുകളിലൊക്കെ വന്ന സംഭവം, മനുഷ്യന് കണ്ണീർ തട്ടുക എന്ന് പറഞ്ഞ സംഭവം. വൽ ഐനു ഹഖുൻ, അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ അഖീദയാണ് അൽ ഐനു ഹഖുൻ. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് പറയണം? മാഷാ അല്ലാഹ്. ഇതൊന്നും നമ്മൾ മലയാളികൾ പറയുന്നില്ല. ഇതൊക്കെ അറബികളിൽ കിട്ടേണ്ട നല്ല കാര്യങ്ങളാണ്. അവരെല്ലാത്തിനും അൽഹംദുലില്ലാ എന്ന് പറയുള്ളൂ. എന്തിനും മാഷാ അല്ലാഹ് എന്നും പറയും. നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുക അല്ലേ. ഈ മാഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പേര് പറയല്ലേ. നമ്മൾ മാഷാ അല്ലാഹ് ഏതൊക്കെ പരപ്പണി നടക്കുമ്പോ അല്ലേ, അത് കഴിഞ്ഞെടുത്ത് എടുത്ത് വെക്കുകയും ചെയ്യും. കരിങ്കണ്ണ നോക്കുന്നു പറഞ്ഞിട്ട് മാഷാ. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തുവെച്ച് പിന്നെ മാഷാ അല്ലാഹ് പറഞ്ഞു, എല്ലാം മറന്നുപോയി. അല്ല, അത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും എല്ലാം മാഷാ അല്ലാഹ്, അള്ളാഹു ചെയ്ത നിഅമത്താണ്, അൽഹംദുലില്ലാ. എപ്പോഴും അങ്ങനെ ചെയ്യാം. മൻ തളാഹറ അലൈഹി നിഅം വൽയുക്സിർ ദിക്റ അൽഹംദുലില്ലാ. അല്ലാഹു തആല നിഅമത്തുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവും ചില സാഹചര്യം ജീവിതത്തിൽ. അൽഹംദുലില്ലാ എന്ന് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാ. വാഹനമുള്ള ആളുകളാണ്, വണ്ടി ഓടിക്കുന്ന ആളുകളാണ്. വുളു ചെയ്തിട്ട് വണ്ടി കയറുക, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയാം, അൽഹംദുലില്ലാ എന്ന് പറയാം. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക. നമ്മള് ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു, അൽഹംദുലില്ലാ വസ്സൽതനാ ബിസ്സലാമ, കുറച്ചോനെ നല്ല നിലയ്ക്ക് നമ്മൾ എത്തിച്ചെന്നല്ലോ, അൽഹംദുലില്ലാ. ബസ് കയറാണ്, ബിസ്മി ചൊല്ലി കയറി. ബസ്സിന് ഇറങ്ങാണ്, അൽഹംദുലില്ലാ. ട്രെയിനിൽ കയറുകയാണ്, ഫ്ലൈറ്റ് കയറുകയാണ്, ബിസ്മില്ലാ അല്ലാഹുവിന്റെ നാമത്തിനാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. കുറച്ചോനെ ഞങ്ങളൊരു വാഹനം കയറി പോവാൻ, ഈ വാഹനം നീയാണ് ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള യോഗ്യമാക്കി തന്നത്, നീയാണ് ഉടച്ചവനെ. നിന്റെ അടുത്തേക്ക് ഞങ്ങൾ പോവാൻ. ഈ ഒരു യാത്ര ഒരു പക്ഷേ നിന്റെ അടുത്തേക്കുള്ള വരവായിരിക്കാം. എങ്ങനെയായാലും ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വരാൻ പോവാൻ. ഇതൊക്കെ അത്തരം കാര്യങ്ങൾക്കുള്ള ശുക്റുകളാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്കതിനെ സഹായിക്കുമാറാകട്ടെ. ഇത്രയും വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം അല്ലെ. നമ്മുടെ അറബ് ഫ്ലൈറ്റുകൾക്കൊക്കെ അവര് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റുകൾക്കൊക്കെ ഓട്ടോമാറ്റിക്കലി അവർ പറഞ്ഞുതരും സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. അതിന്റെ തജ്വീദൊക്കെ കുറെ തെറ്റുണ്ടായില്ലേ, പക്ഷെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ അതൊക്കെ മതിയല്ലോ. എന്നിട്ട് നമുക്ക് ചൊല്ലിയാൽ മതിയല്ലോ റാഹത്തില്. അല്ലാത്തില് നമ്മൾ മറന്നു പോകാൻ ഇടയുണ്ട്. നമ്മൾ പഠിച്ചു വെക്കുക, യാത്രയിൽ പോവാണ്. അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ്. ബിസ്മി ചൊല്ലി കയറാ, ബിസ്മി ചൊല്ലിയിട്ട് ഇരിക്കുക, ഹംദ് ചൊല്ലിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുക. ആകാശ ലോകത്തിരുന്നിട്ട് യാത്ര പോകുന്നത് അവിടെ വെച്ച് കള്ളുടിക്കാതിരിക്കുക, അവിടെ വെച്ച് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കുക. ആകാശ ലോകത്താണ് നമ്മളൊക്കെ. എന്താണ് ഫൈൻ ഡൈനിങ് എന്നൊക്കെ പറഞ്ഞൂടെ? ആകാശ ലോകത്തിരുന്നിട്ടാ ചായ കുടിക്കണത് അല്ലേ. എക്സ്പ്രസ് പോയ പച്ചല കിട്ടണുള്ളൂ, അല്ലെങ്കിൽ പച്ചരിച്ചോറ കിട്ടണുള്ളൂ. അത് കഴിക്കണത് എവിടുന്ന? ആകാശത്തിനാ കഴിക്കണത്. പടച്ച റബ്ബേ, നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വലിയ നിഅമത്തല്ലേ ഇതൊക്കെ. എവിടെ നിന്നിട്ടാ പോയി കഴിക്കണത്? 40,000 ഫീറ്റ് ഹൈറ്റിലൊക്കെ കടന്നിട്ടാ ആകാശ ലോകത്തിലൂടെ മനുഷ്യന്മാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ വലിയ നിഅമത്തല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹുവിന്റെ നിഅമത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ എന്ന് വർദ്ധിപ്പിക്കുക. ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടാകും. എത്രയോ പ്രയാസപ്പെടുന്ന അനുഭവങ്ങൾ. ഇൻഷാ അല്ലാഹ് സന്തോഷിച്ചോളൂ. അതൊന്നും ഒരിക്കലും ദീർഘമായി നീണ്ടുപോകാനുള്ള സംഗതികളല്ല. എല്ലാം മാറി സന്തോഷത്തിലേക്ക് തിരിച്ചു വരും. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രയാസത്തിന്റെ ശേഷവും ആശ്വാസം അല്ലാഹു തരാൻ പോകുന്നുണ്ട്. തീർച്ചയാണ് പ്രയാസങ്ങൾക്ക് ശേഷം ആശ്വാസമുണ്ട്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഏത് സംഗതിയിലും ഒരു തടസ്സവും മുട്ടലും പ്രയാസങ്ങളൊക്കെ. നമ്മൾ അറിയുന്നൊരു സുഹൃത്ത് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി
പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാകട്ടെ. ചില സമയത്ത് അങ്ങനെ ഉണ്ടാകുന്നു, ഭയങ്കരമായ പ്രയാസം. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്ത് തൊട്ടാലും അത് ശരിയാവൂല. അങ്ങനെ ഒരു സാധു പ്രയാസപ്പെടുന്ന ആള് ഇവിടെ ഉണ്ട്, ദുബൈയിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. ബ്രഹ്മ ലൈവ് പരിപാടിയൊന്നും കേൾക്കാനുള്ള ബൈലക്ഷൻ ഉണ്ടപ്പോൾ മുപ്പര് കേൾക്കുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. മുപ്പർക്ക് അതിന് മാത്രം ജോലി തിരക്കുള്ള ആളാണ്. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മുഅ്മിനീങ്ങളെ, എന്തെങ്കിലും ഫോട്ടോ കോപ്പി എടുത്ത് കൊടുത്തിട്ട് ഒരു കാര്യം നടക്കാൻ പോവുകയാണെങ്കിൽ അപ്പൊ ഫോട്ടോ കോപ്പി അപ്പൊ കേടാവും. സുബ്ഹാനല്ലാഹ്. എന്റെ ഭാര്യക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാരൊക്കെ ആയ കുടുംബമാണ്. നല്ലൊരു ജോലി ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് വന്നിട്ട് വലിയ റെക്കമെൻഡ് ഒക്കെ കിട്ടിയിട്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലി കിട്ടുന്ന ഉറപ്പായി ദുബൈയിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുന്നു, യുവർ ഫയൽ ഈസ് മിസ്സിംഗ്. ഫയൽ കാണാനില്ല. അദ്ദേഹത്തിന് ഇത് പുത്തിരിയല്ല, കൊല്ലങ്ങളെ 10-15 കൊല്ലത്തിലേറെയായി ഇത് സംഭവിക്കാൻ തുടങ്ങിയിട്ട്. പണക്കട കുടുംബത്തൊക്കെ നല്ല അടുത്ത് ബന്ധമുള്ളൊരു കുടുംബമാണ്. പക്ഷേ അല്ലാഹു തആല അദ്ദേഹം ഭയങ്കര ഈമാനുള്ള മനുഷ്യനാ. അദ്ദേഹം അത് പറഞ്ഞു, എപ്പോഴും പറയും, ഇത് അള്ളാന്റെ പരീക്ഷണാന്ന് എനിക്കറിയാം, ഞാനത് ക്ഷമിക്കുകയാണ്. ഇത് അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണെന്ന് എനിക്ക്. ഏത് വിഷയം, നല്ല ഗ്രാജുവേറ്റും നല്ല വിദ്യാഭ്യാസവും നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്. പക്ഷേ ഒരു ജോലിയിലൊന്നും ശരിയാവണില്ല. എന്ത് ചെയ്യുമ്പോ കൊല്ലങ്ങളായോ വർഷങ്ങളായി. അല്ലാഹു തആല ഇങ്ങനെ ഇബ്തിലാ തന്നാൽ സങ്കടങ്ങളും പ്രയാസങ്ങളും ഇങ്ങനെ വരും. നമുക്ക് ദ്വാരക്കുക, നമ്മുടെ മുസ്ലിമായ ഒരു സഹോദരന്റെ പ്രയാസം നമ്മുടെ പ്രയാസമാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസം നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സിൽ ആരെല്ലാം പ്രയാസപ്പെടുന്നുണ്ടോ പ്രയാസങ്ങൾ അള്ളാഹു ജല്ല ജലാലു എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് താങ്ങാനാവാത്ത പ്രയാസം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ വരാറുള്ള ആളുകളിലുണ്ട്, എനിക്കറിയാം. താങ്ങാനാവാത്ത പ്രയാസം കുടുംബ സംബന്ധമായി മറ്റും വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അത്രയൊക്കെ താങ്ങാനുള്ള ശേഷിയ ഖൽബിലുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എനിക്കറിയുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്തരം ആളുകൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന ദിക്ർ എപ്പോഴും വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ടെൻഷനും ബുദ്ധിമുട്ടും വന്നാൽ വമൻ കഫറതു ഹുമൂമു എന്നൊക്കെ പറഞ്ഞ ടെൻഷൻ, ഡിപ്രഷൻ, നമ്മൾ ഇന്ന് അതങ്ങനെയൊക്കെ പറയാം. ടെൻഷൻ വന്നാൽ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്, എന്തോ റാഹത്ത്. ചില സമയത്ത് അങ്ങനെ തോന്നും, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഒരു സന്തോഷം തോന്നുന്നില്ല. ഉടനെ വർദ്ധിപ്പിച്ചോ അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ പുറത്തു തരണേ, അല്ലാഹുവേ പുറത്തു തരണേ, അല്ലാഹുവേ പുറത്തു തരണേ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നാൽ അല്ലാഹു തആല ഹമ്മും ഗമ്മും നീക്കിത്തരുമെന്നാണ്. അല്ലാഹു നീക്കിത്തരുമാറാകട്ടെ. വമൻ കസറതു ഹുമൂമുഹു, സങ്കടങ്ങളും പ്രയാസങ്ങളും വർദ്ധിക്കുന്ന ആളുകൾ ഫഅലൈഹി ബിൽ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ് തെറ്റുകൾക്ക് മാത്രമല്ലല്ലോ, ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നവരാരാ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാണെങ്കിലോ മഅസൂമ, തെറ്റുകൾ ചെയ്യാത്തവരാണ്, തെറ്റുകളിൽ നിന്ന് സുരക്ഷിതരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനത്തെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയത്. അല്ലേ? നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പറയേണ്ടത് എന്താ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിസ്കാരം തെറ്റായതുകൊണ്ടാണോ? അല്ല, നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് അതാണ്. അല്ലാഹുവേ, ഞാൻ നിസ്കരിച്ചു, ഇതെന്നോട് നീ പറഞ്ഞ സംഗതിയാണ് നിസ്കരിക്കാൻ, അത് നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആയോ എന്ന് എനിക്കറിയില്ല പടച്ചോനെ. അത് ഉറപ്പാണല്ലോ. നമ്മൾ എത്ര മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഖുശൂഅ് കിട്ടണമെന്ന് ആലോചിച്ചിട്ട് നിസ്കരിക്കാൻ കൈയെട്ടിയാലും എന്നാലും ഫിഖ്ഹും തസവ്വുഫിന്റെ വ്യത്യാസം അതാണ്. ഫിഖ്ഹിൽ പ്രത്യക്ഷമായി ഉദു കൊടുത്തിട്ടുണ്ടോ? ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കുകയാണോ? വസ്ത്രം ക്ലീനാണോ? നിസ്കാരത്തിന്റെ റുക്നുകളൊക്കെ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നിസ്കാരം സഹീഹാൻ. ഇതാണ് ഫിഖ്ഹ് പറയാ, ധർമ്മശാസ്ത്ര നിയമം ഇതാ പറയാ. തസവ്വുഫിന്റെ ഉലമാ പറയുന്നത് കൈയ്യെട്ടുന്നു, നിങ്ങൾ ആകെ ചെക്ക് ചെയ്ത് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടാണ്. നാട്ടിൽ പോയി വന്നതാണ്, 4 റക്അത്ത് നിസ്കരിച്ചപ്പോഴേക്കും നാട്ടിലും മാഹീരും കണ്ണൂരൊക്കെ ചുറ്റിക്കറങ്ങി ഇവിടെത്തി സലാം മുട്ടിയപ്പോഴേക്കും ഇത് അള്ളാഹു സ്വീകരിക്കൂല, ഈ നിസ്കാരം ബാത്തിലാണെന്ന സൂഫിവര്യന്മാരായ ഉലമാ പറയാം. ഫിഖ്ഹിൽ കൃത്യം, എന്താ കുഴപ്പം? നിസ്കരിച്ചു പോകുന്നുണ്ട്, നിസ്കാരത്തിന്റെ എല്ലാ റുക്കിനും കൃത്യമാണ്. ഇതാണ് വ്യത്യാസം. അള്ളാഹുവിനെ പറ്റി ഓർത്തിട്ടുണ്ടോ? കൈയ്യിട്ട് നിന്നൊക്കെയാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ എത്ര നമ്മൾ പരിശ്രമിച്ച് നിസ്കരിച്ചാൽ പോലും പറയേണ്ട വാക്കെന്താ? അസ്തഗ്ഫിറുല്ലാഹ്. എന്നാലും പടച്ചോനെ, നീ ഉദ്ദേശിച്ച പോലെയൊന്നും ഞാൻ നിസ്കരിച്ചതായിട്ടില്ല എന്ന് എനിക്കറിയാം റബ്ബേ, അതുകൊണ്ട് പുറത്തുതാ. അതിനാണ് പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ്. ബാത്റൂമിൽ പുറത്തിറങ്ങി വരുമ്പോ പറയുന്ന വാക്കെന്താണ്? ഗുഫ്റാനകൽ ഹംദുലില്ലാഹ് അല്ലദി അദ്ഹബ അന്നി അൽ അദാ വഅഫാനി. ഗുഫ്റാനക, പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണം റബ്ബേ. ടോയ്ലറ്റിന് ഇറങ്ങി വരുമ്പോ പുറത്തു തരണം എന്ന് ഒഴിച്ചു പോയി തെറ്റായതുകൊണ്ടാണോ? അല്ല. ആ ഒരു എക്സ്ക്രീഷൻ, നമ്മുടെ ശരീരത്തിന്റെ വിസർജ്യങ്ങൾ പുറത്തു പോകുക എന്ന് പറഞ്ഞ സംഗതി നടക്കണമെങ്കിൽ
എന്തെല്ലാം പ്രവർത്തനം നമ്മുടെ അനാറ്റമി, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ചെറുകുടലും വൻകുടലും ആമാശയും നമ്മുടെ ഗ്ലാൻസുകളും എല്ലാം കൂടിച്ചേർന്ന് അധ്വാനിച്ചിട്ട് വേണം ഈ വിസർജ്യങ്ങൾ പുറത്തു പോകാൻ. ഇതിനു മാത്രമുള്ള ശുക്ർ പോലും എനിക്ക് ചെയ്യാൻ പറ്റണില്ല പടച്ചോനെ. ഗുഫ്റാനക്. മൂത്രം ശരിക്കണം ഒഴിഞ്ഞു പോന്നാൽ നമ്മളതിന്റെ വില അറിയുന്നില്ല. പക്ഷേ എങ്ങാണ്ടും ഒരു പ്രയാസം, മൂത്രക്കല്ലിന്റെ അസുഖമോ എന്തെങ്കിലും മലബന്ധമോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയുന്നു പടച്ചോനെ എന്തൊരു പ്രയാസം. ഗുഫ്റാനക്, നീ പുറത്തു തരണം റബ്ബേ. ഈ ആശ്വാസത്തിന് പോലും നിനക്ക് നന്ദി ചെയ്യാൻ പറ്റുന്നില്ല അല്ലാഹ്. ഗുഫ്റാനക് എന്ന് അവിടെ പറയുന്നു, നീ പുറത്തു തരണം. പിന്നെ പറയുന്നു അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ഈ വിസർജ്യങ്ങളൊക്കെ നീ ഒഴിവാക്കി തന്നെ എനിക്ക് ആരോഗ്യം തന്നില്ലേ പടച്ചോനെ, നിനക്ക് നന്ദി അല്ലാഹ്. ഗുഫ്റാനക്. അപ്പോ തെറ്റുകൾ ചെയ്യുമ്പോൾ മാത്രം പറയാനുള്ള വാക്കല്ല അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്. തെറ്റുകൾ ചെയ്താലും ഇല്ലെങ്കിലും തെറ്റ് ചെയ്യുന്ന അമ്പിയാക്കന്മാർ തെറ്റ് ചെയ്യാത്തവരാണ്. അമ്പിയാക്കന്മാർ ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്നു ഗുഫ്റാനക്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 70 മറ, വേറെ ഹദീസിൽ 100 മറ, 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പോ അത് മാത്രം ഒരുപാട് നൂഹ് നബി അലൈഹിസ്സലാം ഒക്കെ ഉമ്മത്തിനോട് പറഞ്ഞതല്ലേ, മഴ കിട്ടണോ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോളൂ, മക്കൾ വേണോ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോളൂ, ദുനിയാവിൽ അല്ലാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കണോ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോളൂ. വയംദിദുകും ബിഅംവാലിൻ, അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തരും, ബിബനീന നിങ്ങൾക്ക് കുട്ടികളെ തരും, വജന്നാത്തിൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ തരും, അസ്തഗ്ഫിറുല്ലാഹ് അല്ലേ വർദ്ധിപ്പിച്ചോളൂ എന്ന് സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഭാഗം ഖുർആനിൽ കാണാം. അതുകൊണ്ട് ഒരുപാട് പ്രതിഫലമുള്ള സംഗതിയാണ് അസ്തഗ്ഫിറുല്ലാഹ്. ഇതൊക്കെ അല്ലാഹു ചെയ്യുന്ന ശുക്റാൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. നല്ലോണം നന്ദി ചെയ്യുന്ന ആൾക്കാർ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നന്നേ കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് എന്ന് പറഞ്ഞതിൽ